മറ്റു ചെടികളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളതും ഒരു വീട്ടിൽ നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ ആ വീടിന് എല്ലാവിധ പോസിറ്റിവിറ്റിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമവുമായ ഒരു ചെടിയാണ് കറ്റാർ വാഴ. എന്നാൽ നല്ല രീതിയിൽ പരിപാലിച്ചാൽ പോലും ചില വീടുകളിൽ കറ്റാർ വാഴ നല്ല രീതിയിൽ വളർന്നു വരാറില്ല. നേരെമറിച്ച് നിങ്ങളുടെ വീടുകളിൽ കറ്റാർ വാഴ നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വളരെയധികം ഈശ്വരാധീനവും ഭാഗ്യവും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, വാസ്തുപരമായി പറയുമ്പോൾ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളും രോഗ ദുഃഖങ്ങളും ഒക്കെ നിരന്തരം അനുഭവിച്ചു വരുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അവിടെ നിങ്ങൾ കറ്റാർ വാഴ കൃത്യമായ രീതിയിൽ നട്ടുപരിപാലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ മാറ്റവും ജീവിത നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി അനുഭവത്തിൽ വരും. കാരണം കറ്റാർ വാഴ എന്ന് പറയുന്ന ചെടി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം ഉൾക്കൊള്ളുന്ന ഒരു ചെടിയായും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്ന ഒരു വീടാണെങ്കിൽ പോലും അവിടുത്തെ എല്ലാ നെഗറ്റീവ് ഊർജത്തെയും പുറന്തള്ളുവാനും ആ വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുവാനും ഏറ്റവും സഹായകമാകുന്ന ഒരു ചെടി തന്നെയാണ് കറ്റാർ വാഴ. ഇനി ഇതിലെല്ലാം ഉപരിയായി കറ്റാർ വാഴ വളരുന്ന വീടുകളിൽ മാത്രം ചില പ്രത്യേക സ്വഭാവക്കാരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും അവിശ്വസനീയമായ ഒന്നായി തോന്നാമെങ്കിലും ഇത് 100% വാസ്തവമായ ഒരു സത്യമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴ എന്ന ചെടിയുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന സ്വഭാവക്കാർ ആയിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ നിങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ള നിങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരോ ആകാം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന സ്വഭാവക്കാരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾ സ്വയം കേട്ടതിനു ശേഷം വിലയിരുത്തി പറഞ്ഞാൽ മതി. അപ്പോൾ കറ്റാർ വാഴ വളരുന്ന വീടുകളിൽ മാത്രമുള്ള ആ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെ പറ്റി കൃത്യമായി ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ പറയുവാൻ പോകുന്ന സ്വഭാവ സവിശേഷതകളിൽ ചിലത് മാത്രമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു വ്യക്തിക്ക് ഉള്ളത്. എന്നാൽ നേരെമറിച്ച് ഇതിൽ ഭൂരിഭാഗം സവിശേഷതകളുമുള്ള ആളുകളും ചില വീടുകളിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല, ചില വ്യക്തികൾക്കാണെങ്കിൽ ഇത് പൂർണ്ണമായി നിങ്ങൾ തന്നെയാണ് എന്ന് തന്നെ പറയുവാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏത് ഗണത്തിലാണ് നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റേതെങ്കിലും വ്യക്തികളോ പെടുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ട് വിലയിരുത്തിയതിനു ശേഷം എഴുതി അറിയിക്കുക. ഇതിൽ ഏറ്റവും ഒന്നാമതായി പറയേണ്ടത് ഇത്തരത്തിൽ കറ്റാർ വാഴ വളരുന്ന വീടുകളിലുള്ള ആ ഒരു വ്യക്തി ജീവിതത്തിൽ ചില കാര്യങ്ങൾ മറ്റുള്ള ഒരു വ്യക്തിയെ പോലും വേദനിപ്പിക്കുവാൻ കഴിയാത്തത് കൊണ്ട് സ്വന്തം മനസ്സിൽ മറച്ചു വയ്ക്കുവാൻ പലപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ഒരുപക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് നീറുന്നുണ്ടാവും. അതുപോലെ തന്നെ പല കാര്യങ്ങളും തുറന്നു പറയണമെന്ന് നിങ്ങൾക്ക് വല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ മനസ്സ് വിഷമിക്കുമോ എന്നുള്ള ചിന്ത വല്ലാതെ സ്വയം തോന്നുന്ന ഒരാളായിരിക്കും നിങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ കാരണം നിങ്ങൾക്ക് അറിയാവുന്നതോ അറിയില്ലാത്തതോ ആയ ഒരു വ്യക്തി പോലും മനസ്സ് വേദനിക്കരുത് എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ താല്പര്യം. അതുകൊണ്ട് തന്നെ തുറന്നടിച്ചു പറയേണ്ട ചില കാര്യങ്ങൾ പോലും പലപ്പോഴും മനസ്സിൽ ഒതുക്കി വയ്ക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി കറ്റാർ വാഴയുള്ള വീട്ടിൽ തീർച്ചയായും ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ
കറ്റാർ വാഴ വളരുന്ന വീട്ടിലെ ആ ഒരു വ്യക്തി സ്വന്തം സന്തോഷത്തേക്കാൾ ഉപരിയായി പലപ്പോഴും ആഗ്രഹിക്കുന്നത് ആ വീട്ടിലെ മറ്റുള്ള ആളുകളുടെ സന്തോഷം കാണണം എന്നുള്ളതാണ്. മാത്രമല്ല, വീട്ടിലുള്ളവരുടെയും കുടുംബത്തിൻ്റെയും സന്തോഷം കാണുവാനായി ചില സമയങ്ങളിൽ സ്വന്തം ഇഷ്ടങ്ങൾ വരെ മാറ്റിവെച്ചിട്ടുള്ളവരാണ് ഈ വ്യക്തികൾ. അത് വലിയ വലിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പോലും ചെറിയ ഭക്ഷണ കാര്യങ്ങളിൽ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളിൽ വരെ ഈ നിര നീളും. ഒരു ഉദാഹരണമായി പറയുവാനാണെങ്കിൽ, വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ നല്ല പാതി മറ്റുള്ളവർ കഴിക്കുന്നത് കാണുന്നതിലായിരിക്കും ഈ ഒരു വ്യക്തിക്ക് സന്തോഷം. മാത്രമല്ല, വീട്ടിലെ മറ്റുള്ള വ്യക്തികൾ കഴിച്ച് അവർ തൃപ്തരായി എന്ന് കേൾക്കുന്നത് തന്നെ ഇവർക്ക് ഒരു പ്രത്യേക സമാധാനമാണ്. അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്ന രീതി പല സാഹചര്യങ്ങളിലും ഈ വ്യക്തിക്ക് കൂടുതലായിരിക്കും. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമുള്ള അതിയായ സ്നേഹം തന്നെയാണ്. ഇനി കറ്റാർ വാഴ വളരുന്ന വീടുകളിലുള്ള ആ ഒരു വ്യക്തിക്ക് പ്രധാനമായി കാണപ്പെട്ടേക്കാവുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്, ഒരിക്കൽ ഒരാളെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ജീവിത അവസാനം വരെ ആ വ്യക്തിയുടെ കൂടെ തന്നെ ഈ ഒരാൾ ഉണ്ടാകും എന്നതാണ്. അതായത്, സ്നേഹിച്ച ഒരു വ്യക്തിയെ എത്ര വലിയ ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യം വന്നാലും അവിടെ ഒറ്റപ്പെടുത്തുവാനോ ഉപേക്ഷിക്കുവാനോ ഈ വ്യക്തി തയ്യാറാവില്ല. എന്നാൽ അത്രയധികം നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തി ഒരു വട്ടമെങ്കിലും നിങ്ങളെ ചതിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും ആ വ്യക്തിയെ തിരിച്ച് വിശ്വസിക്കുവാനോ ആ ബന്ധം കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകുവാനോ തീർത്തും താല്പര്യമില്ലാത്ത വ്യക്തി കൂടിയായിരിക്കും ഈ പറയുന്ന ആൾ. അപ്പോൾ അത്രയധികം സ്നേഹിക്കുന്നവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു സ്വഭാവത്തിന് ഉടമയായതിനാൽ തന്നെ പലപ്പോഴും സുഹൃത്തുക്കളായിരുന്നാലും കുടുംബത്തിലുള്ളവർ ആയിരുന്നാലും ഒരു ആവശ്യം വന്നാൽ ഓടിയെത്തുന്ന ഒരു ആശ്വാസത്തിൻ്റെ ഉറവിടം കൂടിയായിട്ടായിരിക്കും ഈ വ്യക്തിയെ കാണുന്നത്. അപ്പോൾ ആ സ്വഭാവത്തിന് ഉടമയായ വ്യക്തി നിങ്ങളാണോ അതോ നിങ്ങളുടെ വീട്ടിലെ മറ്റേതെങ്കിലും വ്യക്തികൾ ആണോ എന്നുള്ളത് തീർച്ചയായും എഴുതി അറിയിക്കുക. ഇനി അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ പുറമേ നിന്ന് നോക്കിയാൽ വളരെയധികം മനസ്സിന് ധൈര്യവും മനക്കട്ടിയുമുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുമെങ്കിലും സ്വന്തം ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നാൽ അതിനെപ്പറ്റി കൂടുതൽ നേരം മനസ്സിൽ ചിന്തിക്കുകയും ആഴത്തിൽ ചിന്തിച്ചു മാത്രം ആ ഒരു പ്രശ്നത്തിനെ പരിഹാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കും ഈ പറയുന്ന വ്യക്തി. അതായത്, പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഈ ഒരു വ്യക്തി ഭയങ്കര മനഃശക്തിയുള്ള ആളാണ്. അതായത്, അങ്ങനെ ഒന്നും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തും സങ്കടപ്പെടില്ല എന്നതാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് സത്യാവസ്ഥ എന്ന് പറയുന്നത്, ചെറിയ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും മനസ്സിൽ അതിനെപ്പറ്റി ചിന്തിച്ച് വല്ലാതെ വിഷമിക്കുകയും പിന്നീട് ദീർഘമായി ആ വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ഇവർ. എന്നാൽ ഈ സ്വഭാവ സവിശേഷത ആ വ്യക്തിക്ക് ഉണ്ടെന്ന് വളരെ അടുത്ത് അവരോട് ഇടപഴകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇനി മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ സഹായിക്കുവാൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരാവശ്യം വരുമ്പോൾ ഓടിയെത്തുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഒരാവശ്യം വന്നാൽ മറ്റുള്ളവരോട് ഒരു സഹായം ചോദിക്കുവാൻ തീർത്തും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും ഈ പറയുന്ന കറ്റാർ വാഴ നല്ല രീതിയിൽ വളരുന്ന വീടുകളിലെ ആ ഒരു വ്യക്തി. കാരണം ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്നുള്ള ചിന്തയും ആ ഒരു കാര്യം കൊണ്ട്
അവരുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചിന്തയും ഈ ഒരു വ്യക്തിക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും പരമാവധി നേരിടാനുമാണ് ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ഇനി കറ്റാർ വാഴ നന്നായി വളരുന്ന വീടുകളിൽ തീർച്ചയായും കൂടുതൽ സമയവും ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ടാവും. അതൊരു പക്ഷേ നിങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയാകാം. അതായത് ഒറ്റയ്ക്ക് ഇരിക്കുകയും ഒറ്റയ്ക്ക് കുറച്ചു സമയം ചിലവഴിച്ചുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു സമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നവർ ആയിരിക്കും നിങ്ങൾ. എന്നാൽ തനിച്ചിരിക്കുന്ന സമയം നിങ്ങൾ എത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുവാനും ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കും ഈ വ്യക്തികൾ. എന്നാൽ പോലും ജീവിതത്തിൽ പല സമയങ്ങളിലും തനിച്ചിരിക്കുവാൻ കുറച്ച് സമയം കണ്ടെത്തുവാൻ ഇവർ പലപ്പോഴും താല്പര്യം കാണിക്കുന്നവരായിരിക്കും. ഇനി മുൻപ് പറഞ്ഞതുപോലെ കറ്റാർ വാഴ തഴച്ചു വളരുന്ന വീടുകളിൽ ഈശ്വരാധീനം വളരെയധികം ആയിരിക്കും എന്നതുപോലെ തന്നെ ആ വീട്ടിലുള്ള ആ ഒരു വ്യക്തി വളരെ വലിയ ഈശ്വരവിശ്വാസിയും ഈശ്വരാധീനം മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളുമായിരിക്കും. അതായത് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും കഷ്ടപ്പാടുകൾ വന്നാലും ഭഗവാൻ അതിൽ നിന്നെല്ലാം ഒരു മുക്തി നൽകും എന്നുള്ള പൂർണ്ണ വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ എപ്പോഴും പരമാവധി ക്ഷേത്ര ദർശനം നടത്തുവാനും പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാനും താല്പര്യം കാണിക്കുന്നവരായിരിക്കും ഈ വ്യക്തികൾ. അതുകൊണ്ട് തന്നെ ഒരു ഈശ്വര സാന്നിധ്യം എപ്പോഴും ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ജീവിത വിജയം തന്നെ. എന്നുവച്ച് ഇവർക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും നേട്ടങ്ങളും മാത്രമല്ല ഉണ്ടാകുന്നത് താനും. പക്ഷേ എത്രയൊക്കെ തകർച്ചകൾ ജീവിതത്തിൽ വന്നാലും അതിൽ നിന്നെല്ലാം കരകയറുവാനുള്ള ഒരു ഭാഗ്യം ഇവരിൽ ഉണ്ടായിരിക്കും എന്നതാണ് സത്യം. ഇനി ഇത്തരത്തിൽ കറ്റാർ വാഴ നന്നായി വളരുന്ന വീടുകളിൽ എല്ലാ കാര്യങ്ങളെയും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അതായത് പലപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ ചെല്ലാതെ പോകുന്ന കാര്യങ്ങളിൽ പോലും ഈ വ്യക്തി ശ്രദ്ധ ചെലുത്തുകയും അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളെപ്പറ്റിയും മറ്റുള്ളവർ മനസ്സിലാക്കിയെടുക്കുന്നതിനും മുൻപ് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കുന്ന പണം വെറുതെ ചിലവഴിക്കുവാൻ വളരെ മടിയുള്ള വ്യക്തികൾ തീർച്ചയായും കറ്റാർ വാഴ നന്നായി വളരുന്ന വീടുകളിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടുതലും അവർ പണം ചിലവഴിക്കുവാൻ മടി കാണിക്കുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുവാൻ മടി കാണിക്കുന്ന ആ ഒരു വ്യക്തി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കുവാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തി കൂടിയായിരിക്കും. എന്നാൽ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെ ചില നഷ്ടബോധങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരുമാണ് ഈ ആളുകൾ. കാരണം സ്വന്തം ഇഷ്ടങ്ങൾ മറന്ന് മറ്റുള്ളവരെ സ്നേഹിച്ചെങ്കിലും ആ നൽകിയ സ്നേഹത്തിന് പകരം അവർ സ്നേഹം തിരിച്ചു നൽകിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നേരെ അവർ തിരിയുകയും ചെയ്തു. എന്നാൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കുറച്ച് ചിലവഴിക്കുകയും നേരെ മറിച്ച് പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന സ്വഭാവം ഈ ഒരു വ്യക്തിക്ക് മാറ്റിയെടുക്കുവാൻ വലിയ പ്രയാസവുമാണ്. ഇനി അതുപോലെ
ഇത്തരത്തിൽ കറ്റാർ വാഴ നല്ല രീതിയിൽ വളരുന്ന വീടുകളിൽ ഉള്ള ആ ഒരു വ്യക്തി ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം, എല്ലാവർക്കും ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ എന്നുള്ളത്. എന്നാൽ ഇവിടെ പറയുന്നത് അത്തരത്തിൽ ഒന്നല്ല. നേരെ മറിച്ച് ഒരു സ്വപ്നജീവി എന്ന് തന്നെ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ പറയുന്ന ആൾ. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ആഗ്രഹം മനസ്സിലേക്ക് കയറിക്കൂടിയാൽ പിന്നെ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുകയും ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും അതിനെപ്പറ്റി പല രീതിയിലുള്ള ചിന്തകളും മനസ്സിൽ നെയ്തുകൂട്ടുകയും ചെയ്യുന്ന ഒരാളായിരിക്കും ഈ വ്യക്തി. എന്നാൽ എത്രയൊക്കെ സ്വപ്നം കണ്ടാലും അത് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് ഇവരുടെ സ്വഭാവമല്ല. അതായത് കൂടുതലും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം സ്വന്തം മനസ്സിലും ചിന്തകളിലുമായി ഇവർ ഒതുക്കി നിർത്തും. ഇനി അടുത്തതായി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും മനസ്സിൽ കടന്നു വരാറുള്ള ഒരു വ്യക്തി കറ്റാർ വാഴ നല്ല രീതിയിൽ വളരുന്ന വീടുകളിൽ ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ വീട്ടിലെ മറ്റേതെങ്കിലും വ്യക്തികളോ ആയിരിക്കാം. എങ്ങനെയായിരുന്നാലും അത്തരത്തിൽ ഒരു വ്യക്തി ആ വീട്ടിൽ ഉണ്ടായിരിക്കും എന്ന കാര്യം അച്ചിട്ടാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത വരുന്തോറും വളരെയധികം അതുതന്നെ ചിന്തിച്ച് മനസ്സ് വിഷമിക്കുകയും പിന്നീട് ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ഓർത്ത് ലേശം ബുദ്ധിമുട്ടുന്നവരും ആണ് ഈ വ്യക്തികൾ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇവരുടെ മനസ്സ് വേദനിക്കുവാനും ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുവാനും നിമിഷ സമയം മതിയാകും. കൂടാതെ തന്നെ വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സിന് ഉടമ കൂടിയായിരിക്കും ഈ വ്യക്തി. ഇനി അതുപോലെ ഈ ഒരു ചെടി വളരുന്ന വീടുകളിൽ വളരെ പക്വതയുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ ജീവിതാനുഭവങ്ങൾ കൊണ്ടും ജീവിതത്തിലെ പല വിധത്തിലുള്ള സാഹചര്യങ്ങളെയും നേരിട്ട് വന്നതുകൊണ്ട് കൈവന്നിട്ടുള്ള ഒരു പക്വതയുമാകാം. എന്തു തന്നെയായിരുന്നാലും ആ വീട്ടിലെ മറ്റുള്ള ആളുകൾക്ക് ഓടി വന്ന് ഒരു അഭിപ്രായം ചോദിക്കുവാനും ഒരു ഉപദേശം തേടുവാനുമെല്ലാം തന്നെ ഈ ഒരു വ്യക്തി ആവശ്യമായി വരും. എന്നാൽ പ്രായം കൊണ്ട് ആ വീട്ടിലെ മൂത്ത വ്യക്തി ഇയാൾ ആകണം എന്നുമില്ല. പക്ഷേ ആ വീടിൻ്റെ നെടുംതൂൺ എന്ന് തന്നെ പറയത്തക്ക രീതിയിലായിരിക്കും ആ വീട്ടിലുള്ള മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പലപ്പോഴും നാം എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, ആ ഒരു വ്യക്തിയില്ലെങ്കിൽ വീട്ടിൽ ഒരു അനക്കമില്ല എന്നുള്ളത്. അതേ രീതിയിലായിരിക്കും ഈ ഒരു വ്യക്തിയുടെ അസാമീപ്യം ആ വീടിനെ ബാധിക്കുന്നത്. അതായത് കുടുംബം ഒത്തുചേരുന്ന പരിപാടിയായിരുന്നാലും സുഹൃത്തുക്കൾ ഒത്തുചേരുന്ന സാഹചര്യങ്ങൾ ആയിരുന്നാലും ഈ വ്യക്തിയുള്ളത് എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും. ഇനി അടുത്തതായി, കറ്റാർ വാഴ നിങ്ങളുടെ വീടുകളിൽ വളരുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ തീർച്ചയായും പഴയ ഓർമ്മകളെയും പഴയ ആചാരങ്ങളെയും മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനമായി ജീവിതത്തിൽ കുറേ നാളുകൾക്ക് മുൻപ് നടന്നുപോയ സംഭവങ്ങളെപ്പോലും മനസ്സിൽ മറക്കാതെ കാത്തു സൂക്ഷിക്കുകയും അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കും ആ ഒരു വ്യക്തി. മാത്രമല്ല, ആ ഒരു വ്യക്തിയെ മറ്റാരെങ്കിലും കാലങ്ങൾക്ക് മുൻപ് മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അത് അത്ര വേഗത്തിൽ മറക്കുവാൻ ഈ ഒരാൾക്ക് കഴിയില്ല. എങ്കിൽ പോലും അതിൻ്റെ പകയോ വിദ്വേഷമോ വെച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കുവാനോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുവാനോ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്ന ഈശ്വരാധീനം കൊണ്ട് അവരെ ഉപദ്രവിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്ന ഈശ്വരാധീനം കൊണ്ട് ഇവരെ ദ്രോഹിക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും അവർക്ക് അതിൻ്റെ തിരിച്ചടി പ്രപഞ്ചം തന്നെ നൽകുമെന്നതാണ് വാസ്തവം. ഇനി അതുപോലെ ഈ വ്യക്തികൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കുറച്ച് അധികം സമയം എടുക്കുന്നവർ ആയിരിക്കും. എന്നാൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ
അതിൽ നിന്ന് അവർ പെട്ടെന്നൊന്നും പിന്മാറുകയുമില്ല. അതിനാൽ തന്നെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെന്ന് തോന്നുന്ന സാഹചര്യം വളരെ കുറവ് മാത്രമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയെങ്കിലും കറ്റാർവാഴ നല്ല രീതിയിൽ വളരുന്ന വീടുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളാണോ അതോ നിങ്ങളുടെ വീട്ടിലെ മറ്റേതെങ്കിലും വ്യക്തികളാണോ എന്നുള്ളത് തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.